ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ നാട്ടിലെത്തിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അതുപോലെ തന്നെ വിറകടുപ്പിൽ എങ്ങനെയാണ് തേങ്ങാച്ചോറ് തയ്യാറാക്കുന്നത് എന്നുള്ളതിൻ്റെ റെസിപ്പി കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ ഞങ്ങൾ ബുധനാഴ്ച രാവിലെയാണ് നാട്ടിലെത്തിയത്, ഞാനും മോളും. ഞങ്ങൾ ഷാർജ ടു കാലിക്കറ്റ് ആയിരുന്നു ഫ്ലൈറ്റ്. അവിടെ എത്തിയപ്പോൾ നല്ല വെതറാണ്, നല്ല അടിപൊളി മഴയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. പിന്നെ വീട്ടിലുള്ള കുറച്ച് കാഴ്ചകളും കൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നമുക്ക് തേങ്ങാച്ചോറ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് ചിരവിയെടുക്കാം. തേങ്ങ ഇവിടെ ചിരവിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് 1.5 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഈ തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരി എടുക്കുന്നത് സാധാരണ ചോറ് വെക്കാൻ യൂസ് ചെയ്യുന്ന അരി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. വാഷ് ചെയ്ത് ഉണക്കിയിട്ടുള്ള ഉലുവയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയും ചെറിയുള്ളിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു തേങ്ങയും അരിയും ആ ഒരു ഉള്ളിയും എല്ലാം കൂടെ നല്ലതായിട്ട് പൊടിഞ്ഞ് മിക്സായി അരിക്കകത്തോണ്ട് പിടിക്കണം, നമ്മൾ കൈവച്ചിട്ട് മിക്സ് ചെയ്തിട്ടോ. അപ്പോഴാണ് ഈ തേങ്ങാച്ചോറിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ ഏത് കലത്തിലാണോ ചോറ് വെക്കുന്നത് അതിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ കലത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുറത്ത് മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു മഴ ഇപ്പോൾ പെയ്ത് തോർന്നതാണ്. ഇനി നമ്മുടെ തേങ്ങാച്ചോറിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു കപ്പിന് 3 കപ്പ് അളവിൽ വെള്ളം, ആ രീതിയിലാണ് വെള്ളം നമ്മൾ അളന്നെടുത്തിട്ടുള്ളത്. വിറകടുപ്പിലാവുമ്പോൾ അങ്ങനെ അളന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതാ അപ്പോൾ നമ്മൾ അളന്ന് തന്നെയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. എന്നാൽ കൂടി ഒരു കൈയളവ് എന്ന് പറയുന്നത് നമ്മൾ അരിയുടെ മുകളിൽ കൈ വെക്കുമ്പോൾ ഇതാ ഈ കൈവെള്ളയിൽ നമ്മൾ തള്ളവിരൽ വെച്ച് കുത്തുന്ന സമയത്ത് ഈ ഒരു കറക്റ്റ് അളവ് ഇപ്പോൾ ഞാൻ കാണിച്ചതുപോലെ കേട്ടോ, ആ രീതിയിലാണ് സാധാരണ നമ്മൾ കപ്പളവിൽ അളന്നെടുക്കാതെ നമ്മൾ വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അളന്നെടുക്കാറുള്ളത്. ഇപ്പോൾ വിറകടുപ്പിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അടുപ്പൊക്കെ നന്നായിട്ട് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അരിയൊക്കെ ചേർത്തിട്ടുള്ള കലം വെച്ച് മൂടി വെക്കുകയാണ്. നല്ലതായിട്ട് ചിരട്ടയൊക്കെ ഇട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ബ്രദറിൻ്റെ വൈഫും ഉപ്പയും കൂടിയിട്ട് ചക്കയെല്ലാം ഇങ്ങനെ പൊളിച്ച് അതിൽ നിന്ന് ചക്കയൊക്കെ അടർത്തി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് എവിടെ നിന്നൊക്കെയോ സംഘടിപ്പിച്ച് ചക്ക പഴുപ്പിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ നാട്ടിലിപ്പോൾ ചക്കൻ്റെ സീസൺ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങാച്ചോറിലേക്ക് ചിക്കൻ കറിയാണ് റെഡിയാക്കി എടുക്കുന്നത്. 2 ടൈപ്പ് ചിക്കൻ കറി റെഡിയാക്കി എടുക്കുന്നുണ്ട്. സാധാരണ നാടൻ കോഴിയുടെ കറിയും പിന്നെ നമ്മൾ വാങ്ങുന്ന കോഴിയുടെ കറിയും ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ മോൾക്ക് നാടൻ കോഴിയുടെ കറി നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് അതും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ തേങ്ങാച്ചോറ് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളം വറ്റിയിട്ടുണ്ടോ നോക്കുന്നത് ഇങ്ങനെയാണ്. ഒരു തവി ഇങ്ങനെ നടുവിൽ കുത്തിയിട്ട് ഇതുപോലെ അതിൽ നിന്ന് വെള്ളം മുറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം മുറ്റി വീഴുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ഇങ്ങനെ അമർത്തി നല്ലതായിട്ടൊന്ന് മുകളിൽ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ച് ഇനി ലോ ഫ്ലെയിമിൽ, അതായത് തീ കനലിൽ ബാക്കി വേവും കൂടെ വെന്ത് കിട്ടണം. അപ്പോഴേക്കും നമ്മുടെ ചക്കയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും അതിനിടയിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ലതായിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട്, അടിയിലൊന്നും പിടിക്കാണ്ട് നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ തേങ്ങാച്ചോറ്. നമുക്കിത് വാഴയിലയിലേക്ക് വിളമ്പാം. അപ്പോൾ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ വാഴയിലയിൽ കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ നല്ല ചൂടുള്ള ചോറ് വാഴയിലയിൽ ഇങ്ങനെ വിളമ്പുമ്പോൾ തന്നെ ഒരു നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പപ്പടം, അതുപോലെ തന്നെ വിനാഗിരിയിലിട്ടിട്ടുള്ള ഉള്ളി അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കോഴിക്കറി 2 ടൈപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നാടൻ ചിക്കൻ്റെ കറിയാണ്. വിറകടുപ്പിൽ വെന്തിട്ടുള്ള തേങ്ങാച്ചോറും അതുപോലെ തന്നെ നാടൻ ചിക്കൻ കറിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാച്ചോറാണ്. തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.